ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ ഈ സെഷനിൽ നമ്മൾ തെർമലിൻ്റെ എന്താ മോഡ്യൂൾ 5 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് മോഡ്യൂൾ 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 2022 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പാർട്ട് എ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇനീഷ്യലി നമുക്ക് അതിൻ്റെ സിലബസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ മോഡ്യൂൾ 5 മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ് വരുന്നത്. അതിൽ മോൾ ഫ്രാക്ഷൻ, മാസ് ഫ്രാക്ഷൻ, അതേപോലെ തന്നെ എന്താ അനാലിസിസ്, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഗിബ്സ് ഡാൾട്ടൺ ലോ, അതൊക്കെയാണ് എന്താ മിക്സ്ചേഴ്സിൻ്റെ കേസിലാണ്. അതേപോലെ ഇക്വാലന്റ് ഗ്യാസ് കോൺസ്റ്റൻസ്, മോളിക്കുലർ വെയിറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചർ, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, സ്പെസിഫിക് ഹീറ്റ്, എൻട്രോപ്പി വരുന്നുണ്ട്. പിന്നെ ജനറൽ തെർമോഡൈനാമിക്സ് റിലേഷനിൽ കമ്പൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഇക്വേഷൻസ്, അതേപോലെ തന്നെ ഹെൽംഹോൾട്ട്സ്, ഗിബ്സ് ഫംഗ്ഷൻ, മാക്സ്വെൽസ് റിലേഷൻ, ടി.ഡി.എസ് ഇക്വേഷൻ, ക്ലേപ്പറോയിൻ ഇക്വേഷൻ ഫോർ ഇന്റേണൽ എനർജി, അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ഉള്ള ഒരു മൊഡ്യൂളാണ് ഇത് മോഡ്യൂൾ 5. ഇതിൽ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ബൾക്കി ആയിട്ടുള്ള മൊഡ്യൂളാണ്. നിങ്ങൾ പഠിക്കാൻ നേരത്തായാലും ടി.ഡി.എസ് ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡെറിവേഷൻസ് ഉണ്ട് അല്ലേ. ഡാൾട്ടൺസിൻ്റെ ആയാലും ഹെൽംഹോൾട്ട്സ്, ഗിബ്സ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡെറിവേഷൻസ് ചെറുത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെഷനിൽ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന പാറ്റേൺ തന്നെ യൂസ് ചെയ്യുക, ഡിനോട്ടേഷൻസ് അത് തന്നെ യൂസ് ചെയ്യുക, അത് വെച്ച് തന്നെ പഠിക്കുക. ചെറിയ ചേഞ്ചസ് മേ ബി ഉണ്ടാവും. ഞാൻ കൺവീനിയൻറ്റ് ഞാൻ റെഫർ ചെയ്ത ടെസ്റ്റിൽ നിന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത ഡിനോട്ടേഷൻ, അതിനുള്ള ചേഞ്ചുകൾ ഉണ്ടാവും. സോ ബെറ്റർ നിങ്ങൾ പഠിച്ചേക്കുന്ന, നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചേക്കുന്ന അതേ ഡിനോട്ടേഷൻ വെച്ച് തന്നെ എന്താ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഐസെൻതാൽപിക് കർവ് ആൻഡ് ഇൻവേർഷൻ കർവ് ഇൻ ടി.പി കോർഡിനേറ്റ്സ്, എക്സ്പ്ലെയിൻ ഹൗ ദീസ് കർവ്സ് ആർ ഒബ്റ്റൈൻഡ്. അപ്പോൾ ബേസിക്കലി ഐസെൻതാൽപിക്കും അതേപോലെ തന്നെ എന്താ നമ്മളുടെ ഇൻവേർഷൻ കർവ് ആണ് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ടി.പി ഡയഗ്രത്തിൽ എൻതാൽപി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഐസെൻതാൽപിക് കർവും വരച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇൻവേർഷൻ കർവും വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻതാൽപി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഐസെൻതാൽപിക് ലൈനിന്റെ ഓരോ പീക്ക് പോയിന്റ്സ് ഉണ്ട്. അത് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻവേർഷൻ കർവ് കിട്ടുന്നത്. മാക്സിമം പോയിന്റ് ഓഫ് കർവ് വിച്ച് ദി കോഎഫിഷ്യന്റ് ഈസ് 0 ഇസ് കോൾഡ് ആണ് എന്ത് ഇൻവേർഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ ദി ഐസെൻതാൽപിക് കർവ് ബൈ ജോയിനിങ് അപ്പ് ദി ഇൻവേർഷൻ പോയിന്റ് ഓൺ ഈച്ച് ഐസെൻതാൽപിക് കർവ്, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇൻവേർഷൻ പോയിന്റ് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഇൻവേർഷൻ കർവ് എന്താ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ അതാണ് നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന നേരത്ത് എന്താണ്, derive Cauchy-Clapeyron equation from the first TDS equation, which is what is the significance of this equation. അപ്പോൾ Cauchy-Clapeyron equation ആണ് ഡെറൈവ് ചെയ്യാൻ പറഞ്ഞേക്കണം. സോ അതെന്ന് പറയാൻ നേരത്ത് എന്താ, റുഡോൾഫ് ക്ലോഷ്യസും ബെനറ്റ് പോൾ എമിൽ ക്ലേപ്പറോണും കൂടി ഡെറൈവ് ചെയ്തതാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ബിറ്റ്വീൻ എന്താണ് ലിക്വിഡ് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് വേപ്പർ പ്രഷർ ആണ് പറഞ്ഞത്. അപ്പോൾ Cauchy-Clapeyron ഇക്വേഷൻ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ln of P2/P1 equal to delta H by R 1 minus T1 minus 1 minus T2 means 1 by T1 minus 1 by T2 ആണ് പിന്നെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്താണ്, വേപ്പർ പ്രഷർ ഇൻക്രീസ് പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫോർ എ സബ്സ്റ്റൻസ് ആണ് എന്ത് പ്രഷർ ചെയ്യണം മീൻസ് പ്രിഡിക്റ്റ് ചെയ്യുന്ന കേസ് വരുന്നത്. അപ്പോൾ മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്ന നേരത്തെ എന്താ ഒരു ഐഡിയൽ ഗ്യാസിൽ കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് നാച്ചുറൽ അൽഗോരിതം ഓഫ് വേപ്പർ പ്രഷർ ഫോർ എ ലിക്വിഡ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ ആണ്. നമ്മൾ അതിന്റെ സിഗ്നിഫിക്കൻസ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ കേസിൽ ഒരു ഏത് ലിക്വിഡ് ആണെങ്കിലും എന്താണ് Cauchy-Clapeyron ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്തിനാണ്, വേപ്പർ പ്രഷർ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി. സോ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു ഇക്വേഷന്റെ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ റിലേഷനിൽ ln of P delta H vapor by RT plus ln of A കേസും ln of P2 equal to എന്താ delta H വേപ്പർ പ്രഷർ ബൈ RT2 പ്ലസ് ln of A ആണ് വന്നത്. അപ്പോൾ A കോൺസ്റ്റന്റ് ആണ് ബോത്ത് ഇക്വേഷനിലും. അതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ln of P1 equal to delta H RT1 മൈനസ് പ്ലസ് ln of A എന്ന് പറഞ്ഞാൽ എന്താ സെക്കൻഡ് കേസ് ln of P2നോട് എന്താ ഈക്വൽ ആയിരിക്കും. സോ ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഇക്വേഷൻ ഫോം ചെയ്യണമെങ്കിൽ ln of P2/P1 എന്ന് പറഞ്ഞാൽ എന്താ delta H വേപ്പർ ബൈ R 1 by T1 മൈനസ് 1 by T2. അപ്പോൾ ഇതാണ് എന്ത് Cauchy-Clapeyron ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ കേസുകൾ അതിന്റെ സിഗ്നിഫിക്കൻസ് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിറൈവ് ചെയ്യുക, ഡെറിവേഷൻ അതിൻ്റെ ഒപ്പം തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് എഴുതാനാണ് നമ്മളോട് എന്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ അതാണ് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ വരുന്നത്. മൂവിങ് ഓൺ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. പാർട്ട് ബി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്, സ്റ്റേറ്റ് ആൻഡ് ഡിറൈവ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആൻഡ് അമഗട്ട്സ് ലോ ഓഫ് വോളിയം ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് മിക്സ്ചർ ആണ് പറഞ്ഞേക്കുന്നത്. സോ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ കൺസിഡർ നമ്മൾ ഗ്യാസ് മിക്സ് ചെയ്യണേണ് വിത്ത് എ വോളിയം V, മാസ് M1 M2 M3 ഉള്ള മാസുള്ള ഗ്യാസുകൾ മിക്സ് ചെയ്യണേണ്. മോളിക്കുലർ മാസ് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ N1 N2 N3 ആണ്. നമ്പർ ഓഫ് ദിയർ മോളിക്യൂൾസ് P1 P2 P3 പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഗ്യാസ് V1 V2 V3 ആണ് എന്താ RMS വെലോസിറ്റീസ് വരുന്നത്. സോ അക്കോർഡിംഗ് ടു കൈനറ്റിക് എനർജി P1 എന്ന് പറഞ്ഞാൽ എന്താ 1/3 M1 N1 by V into V1 square. P2 എന്ന് പറഞ്ഞാൽ 1/3
M2 N2 by V into V2 square. P3 എന്ന് പറഞ്ഞാൽ 1/3 M3 N3 V by V3 square. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ പ്രഷർ P1 പ്ലസ് P2 പ്ലസ് P3 എന്ന് വരും. സോ ഇത് മൂന്നും കൂടി വന്ന് ടെമ്പറേച്ചർ ഓഫ് ഓൾ ഗ്യാസ് എന്ന മിക്സ്ചർ സെയിം ആണ്. സോ 1/2 M1 V1 സ്ക്വയർ Pന് വേണ്ടിയിട്ട് 1/2 M1 V1 സ്ക്വയർ ഈക്വൽ ടു 1/2 M2 V2 സ്ക്വയർ ഈക്വൽ ടു 1/3 M3 V3 സ്ക്വയർ ഈക്വൽ ടു 1/2 MV സ്ക്വയർ എന്ന് പറഞ്ഞ് സപ്പോസ് ചെയ്യാം. സോ അതിൽ 2 എല്ലാം കട്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? M1 V1 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? M2 V2 സ്ക്വയർ ഈക്വൽ ടു M3 V3 സ്ക്വയർ സപ്പോസ് എക്സെട്ര MV സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് P1 പ്ലസ് P2 പ്ലസ് P3 ടു ദി n ടൈംസ് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? 1/3V N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് MV കോമൺ പുറത്തേക്ക് എടുത്ത് സോ 1/3 MN N1 പ്ലസ് N2 പ്ലസ് N3 MN V ബൈ V സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഈ N എന്ന് പറയുന്നിടത്ത് എന്താ? N1 പ്ലസ് N2 പ്ലസ് N3 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദി മിക്സ്ചർ ആണ്. സോ 1/3 MN V V സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ത്? P ടോട്ടൽ പ്രഷർ എക്സർട്ടഡ് ബൈ മിക്സ്ചർ ആണ്. സോ P ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P1 പ്ലസ് P2 പ്ലസ് P3 ആണ്. അപ്പൊ ഇതാണ് എന്ത്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡെറിവേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ പറഞ്ഞു ഡെറിവേഷൻസ് ആണ് ഈ ഒരു മോഡ്യൂളിൽ കൂടുതൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലും ഞാൻ ഡിനോട്ട് ചെയ്ത എക്സ്പ്രഷൻസ് നിങ്ങൾ നോക്കുക, നിങ്ങളുടേതായ എക്സ്പ്രഷൻ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ച എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക. സിമ്പിൾ ഡെറിവേഷൻ ആണ് കമ്പയർ ചെയ്യാൻ നേരത്ത്. സോ ഡയറക്റ്റ് നമുക്ക് എന്താ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നമ്മൾ എന്താ ഡിറൈവ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ സെക്കൻഡ് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? അമാക്സ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. സോ ഇത് സ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് മിക്സ്ചർ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി പാർഷ്യൽ വോളിയം ഓഫ് ഈച്ച് ഗ്യാസ് ദാറ്റ് വിൽ ഓക്യുപൈ ഇറ്റ് ഇൻ എക്സിസ്റ്റന്റ് അലോ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതുപോലെ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ ഒരു ഒറ്റയ്ക്ക് നിൽക്കാൻ നേരത്തുള്ള പാർഷ്യൽ പ്രഷറിന്റെ സമ്മിനോട് എന്തായിരിക്കും? ഈക്വൽ ആണെന്ന് പറയണം. അപ്പോൾ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് മിക്സ്ചർ ടെമ്പറേച്ചർ T ആൻഡ് പ്രഷർ P എന്ന് പറഞ്ഞാൽ എന്താ? V mix TP N1 N2 N3 NK ആയിട്ട് എടുക്കുന്നു. അതേപോലെ വോളിയം ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് അറ്റ് സെയിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? V1 TP N1 അതേപോലെ V2 TP N2 V3 TP N3 സപ്പോസ് ആ രീതിയിൽ. സോ മിക്സ് എന്ന് പറയുന്ന നേരത്ത് ഈക്വൽ ടു എന്തായിരിക്കും? സമ്മേഷൻ ഓഫ് I ഈക്വൽ ടു 1 to K വോളിയം ഓഫ് TP NI എന്ന് വരും. അതിനെന്ന് പറഞ്ഞാൽ എന്താ? ഓരോ V1 V2 V3 അതിന്റെ കേസുകളാണ്. സോ V1 TP N1 പ്ലസ് V2 TP N2 പ്ലസ് V3 TP N3 സമ്മേഷൻ N നമ്പർ. സോ ഇതാ ഇക്വേഷൻ നമുക്ക് മോൾ ഫ്രാക്ഷൻ വെച്ചിട്ട് എന്താ? V മിക്സ് TP X1 X2 X3 SN ഈക്വൽ ടു എന്താ? സമ്മേഷന്റെ കേസ് വരും. സോ സിമിലർലി നമ്മൾ എന്താ മോൾ ഫ്രാക്ഷൻ ടേംസിൽ എഴുതുമ്പോൾ അബവ് ഇക്വേഷൻ എന്താ? വോളിയംസ് ആർ ഇൻ എക്സ്റ്റൻസീവ് ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. സോ ആദ്യത്തെ രണ്ട് കേസുകൾ ക്വസ്റ്റനിൽ നമ്മളോട് പറഞ്ഞേക്കണം ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറും അമാക്സ് ലോ ഓഫ് പാർഷ്യൽ വോളിയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം എന്താ? ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് ഗ്യാസ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. പിന്നെയും ഡെറിവേഷൻ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും ചോദിച്ചേക്കുന്നത്. സോ പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് ഗ്യാസ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആണ്. സോ അതിൽ പറഞ്ഞേക്കുന്നത് സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ കമ്പോണൻസ് പ്രഷന്റ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 1 ഈക്വൽ ആയിരിക്കണം. സോ ആ രീതിയിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സ്പെസിഫിക് ഗ്യാസിന് ഗ്യാസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് ഗ്യാസ് ടു ദി ടോട്ടൽ പ്രഷർ എക്സർട്ടഡ് ബൈ ഗ്യാസ് പ്രഷർ അല്ലെ ഗേഷ്യസ് മിക്സ്ചർ എന്ന് പറയാം. സോ PV ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് PV ഈക്വൽ ടു NRT. മിക്സ്ചറിന്റെ കേസിൽ P ടോട്ടൽ V ഈക്വൽ ടു N ടോട്ടൽ RT. ഇനി 1 ഉം 2 ഉം നമ്മൾ ഡിവൈഡ് ചെയ്യാം. സോ PV ബൈ P ടോട്ടൽ V ഈക്വൽ ടു എന്താ? NRT ബൈ N ടോട്ടൽ RT എന്ന് വരും. അതിൽ നമുക്ക് എന്താണ്? V ക്യാൻസൽ ആയി പോകും, RT ക്യാൻസൽ ആയി പോകും. സോ P ബൈ P ടോട്ടൽ ഈക്വൽ ടു എന്താ? N ബൈ N ടോട്ടൽ എന്ന് കിട്ടും. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് X എന്ന് പറഞ്ഞാൽ എന്താണ്? N ബൈ N ടോട്ടൽ ആണ്. സോ ആ ഒരു ഇക്വേഷനിൽ നിന്ന് 3 ഉം 4 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ എഴുതാം? P ഈക്വൽ ടു X N ബൈ N ടോട്ടൽ എന്ന് പറഞ്ഞാൽ X വരും. സോ P ഈക്വൽ ടു എന്താ? X into P total എന്ന് വരും. സോ പാർഷ്യൽ പ്രഷർ എക്സർട്ടഡ് ബൈ ഈച്ച് ഗ്യാസ് ഇൻ എ ഗ്യാസ് മിക്സ്ചർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ എക്സർട്ടഡ് ബൈ അതർ ഗ്യാസ് പ്രസന്റ്. ക്ലിയർ? സോ ആ രീതിയിൽ നമുക്ക് എന്താ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. സോ P ഈക്വൽ ടു XP ടോട്ടൽ എന്ന് വരും. ഓക്കെ. സോ അതാണ് എന്ത് 19A ക്വസ്റ്റ്യൻ. 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിന് നിങ്ങൾ നോക്കിയാൽ കാണാം എന്താ 3 ഡെറിവേഷൻസ് ആണ് 7 മാർക്കിന് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഡെറിവേഷൻ മാത്രം ചെയ്താൽ മതി. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഡിറൈവ് ചെയ്യുക, ഫൈനൽ എക്സ്പ്രഷൻ എത്തിക്കുക. ഓക്കെ. ഈ 19th B 7 മാർക്കിന് ചോദിച്ചേക്കുന്ന ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. എ വെസൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 കമ്പാർട്ട്മെന്റ്സ്. ഒരു വെസല് 3 കമ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. A, B, C 2 പാർട്ടീഷൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പാർട്ട് A contains oxygen and has a volume of 0.1 meter cube. അതേപോലെ പാർട്ട് B has a volume of 0.2 meter cube
and contains nitrogen, while part C is എന്താണ് 0.05 meter cube ആണ് and holds CO2. അപ്പോൾ പാർട്ട് എയിൽ ഓക്സിജൻ ആണ്, പാർട്ട് ബിയിൽ ഹാസ് എ വോളിയം നൈട്രജൻ ആണ്, അതേപോലെ പാർട്ട് സിയിൽ എന്താ CO2 ആണ്. All three parts are at the pressure 2 bar and at a temperature of 13 degrees Celsius ആണ്. When the partition are removed and the gas mixed, partition remove the gas mix ചെയ്തപ്പോൾ determine change in entropy. Entropy എന്തായ ചേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. And final pressure in the vessel and partial pressure of each gas. The vessel may be taken as being completely isolated from its surrounding. ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണ എന്താ, ഒരു വെസലിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ വെസലിലും ഓരോ അല്ലെ, എയില് ഓക്സിജൻ ആണ്, ബിയില് നൈട്രജൻ ആണ്, സിയിൽ CO2 ആണ്. സോ അതിലൊരു പ്രഷറും ടെമ്പറേച്ചറിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ പാർട്ടീഷൻ റിമൂവ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്താണ്, ഫൈനൽ പ്രഷർ ഇൻ വെസൽ എന്താണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് ഗ്യാസ് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ 3 വെസല്, ഓക്സിജൻ, നൈട്രജൻ, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, പ്രഷർ 2 ബാർ ഇനീഷ്യലി, അതേപോലെ ടെമ്പറേച്ചർ നമ്മളോട് പറഞ്ഞേക്കുന്നത് 13 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 13 + 2 73 286 കെൽവിൻ ആണ്. ഇനി മിക്സ് ചെയ്ത് കഴിയുന്നിടത്ത് ടെമ്പറേച്ചർ സെയിം തന്നെയാണ്, പ്രഷർ വിൽ ബി സെയിം. അപ്പോൾ മിക്സിംഗ് ടെമ്പറേച്ചർ ഓഫ് മിക്സ്ചർ സെയിം ആസ് ബിഫോർ ആണ്, ടെമ്പറേച്ചർ സെയിം ആണ്. അപ്പോൾ V = VA + VB + VC ആണ്. അതിൽ VA 0.1, VB 0.2, VC 0.05 ആണ്. സോ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ 0.35 ആണ്. ഇനി MA = PVA/RT. അതിൽ മാസ് ഓഫ് A നമുക്ക് പ്രഷർ അറിയാം, വോളിയം അറിയാം, ഗ്യാസ് കോൺസ്റ്റന്റ് അറിയാം, ടെമ്പറേച്ചർ അറിയാം. സോ അതിൽ MA നമുക്ക് 0.26915 കിട്ടും സോൾവ് ചെയ്യുമ്പോൾ. അതേപോലെ ഇനി എന്താ PVA/RT, MB എന്ന് പറയുന്നിടത്ത് എന്താണ് 200 × 0.2 ബൈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും ഇതും വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 0.471 വരും. അതേപോലെ തന്നെ MC എന്ന് പറഞ്ഞാൽ PV/RT വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.185 കിട്ടും. സോ MA, MB, MC കിട്ടും. ഇനി എൻട്രോപ്പിയുടെ ഡെൽറ്റ S എന്ന് പറഞ്ഞാൽ S2 - S1, നമുക്ക് MCP ln T2 - T2/T1 - MR ln P2/P1 എന്ന് എഴുതാം. T2 ഉം T1 സെയിം ആണ്. സോ P2/P1 എന്ന് പറഞ്ഞാൽ എന്താ V1/V2 അല്ലേ, PV TV TP റിലേഷൻസ് ആണ്. സോ S2 - S1 ഓക്സിജന്റെ കേസിൽ MR ln V/V, ഓക്സിജന്റെ ഈക്വൽ ടു R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ln of P2/P1. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടും, എൻട്രോപ്പി ഉണ്ടായ ചേഞ്ച് നമുക്ക് എന്താ S2/S1 അല്ലേ. ഡിറ്റർമൈൻ ദി ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ ഓക്സിജന്റെ കേസിലുണ്ടായ എൻട്രോപ്പി ചേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു. സിമിലർലി നൈട്രജന്റെ സെയിം റിലേഷൻസിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നൈട്രജന്റെ കേസിലുണ്ടായ എൻട്രോപ്പി ചേഞ്ച് നമുക്ക് കിട്ടും. അതേപോലെ CO2യുടെ കേസിൽ എന്താണ് ഉണ്ടായ എൻട്രോപ്പി ചേഞ്ച് എന്താ 0.06804 അതും കിട്ടും. സോ അത് 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ, ഫൈനൽ പ്രഷറിന് വെച്ചതും പാർഷ്യൽ പ്രഷറുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ പാർഷ്യൽ പ്രഷർ ആഫ്റ്റർ മിക്സ് ഇൻ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഓക്സിജന്റെ കേസിൽ 0.1/0.35 അല്ലേ. നമ്മൾ 0.1 അതിന്റെ കേസ് ബൈ V വോളിയം ബൈ ടോട്ടൽ വോളിയത്തിന്റെ ബേസിൽ നമ്മൾ എന്താ 0.35 എടുത്ത് കഴിയുമ്പോൾ 0.1/0.35 മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ കിട്ടും. നൈട്രജൻ 0.2/0.35, കാർബൺ ഡൈ ഓക്സൈഡ് 0.05 0.35. അപ്പോൾ സെയിം ടെമ്പറേച്ചർ പ്രഷർ മോൾ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നൈട്രജൻ CO2 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, XO2 × P. സോ 0.1 0.3 മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 200 പ്രഷറിന്റെ ബേസിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പാർഷ്യൽ പ്രഷർ 3 പാർഷ്യൽ പ്രഷർ നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റും, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്, കറക്റ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക, അതിൽ നമുക്ക് എന്ത് ചെയ്യും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ, derive the TDS equation for a pure substance undergoing an infinitesimal reversible process. TDS equation ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. നിങ്ങൾക്ക് അറിയാം, ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ച അതേ ഡെറിവേഷൻ 3 TDS equation ആണ്, അത് 3 നമ്മൾ ഡിറൈവ് ചെയ്യുക. സോ TDS equation PVT ടേംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ DS = DS/V of t dV + DS/dt of V dt എന്ന് വരും. സോ therefore TDS എന്ന് പറയുന്നിടത്ത് T × DS/dV of t dV + T × DS/dt V dt. T നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇനി മാക്സ്വെൽ ഇതിൽ നിന്ന് എന്താ DS/dV of t എന്ന് പറഞ്ഞാൽ എന്താണ്, dP/dt of V നോട് ഈക്വൽ ആണ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ. സോ TDS = du. സോ
നമുക്ക് എന്താ ടി ഡി എസ് ബൈ ഡി ടി ഓഫ് വി ഈക്വൽ ടു ഡി യു ബൈ ഡി ടി ഓഫ് വി ഈക്വൽ ടു എന്താ സി വി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യാം. സോ ഫൈനലി മാക്സ്വെൽ റിലേഷൻ വെച്ച് എന്താ ടി ഡി എസ് ഈക്വൽ ടു ടി ഡോ പി ബൈ ഡോ ടി ഓഫ് വി ഡി വി പ്ലസ് സി വി ഡി ടി. ഇവിടെ ഉണ്ടായ സംഭവം നമ്മൾ ചേഞ്ച് ചെയ്തു. ഡി എസ് ബൈ ഡി വി ഓഫ് ടിന് വരെയായിട്ട് ഡോ പി ബൈ ഡോ ടി ഓഫ് വി ഡി വി എന്ന് വന്ന് അതേപോലെ തന്നെ എന്താ സെക്കൻഡ് ടേമിന് വരും സി വി ഡി ടി എന്ന് വന്നു. സോ ഇതാണ് എന്ത് ഫസ്റ്റ് ലോ മീൻസ് ഫസ്റ്റ് ലോ അല്ല ടി ഡി എസിന്റെ ഫസ്റ്റ് ഓഫ് ദി ടി ഡി എസ് ഇക്വേഷൻസ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ അല്ലെ സെക്കൻഡ് ഓഫ് ടി ഡി എസ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ഡി എസ് ഈക്വൽ ടു എന്താണ് ഡി എസ് ഓഫ് ഡോ എസ് ബൈ ഡോ പി ഓഫ് ടി ഡി പി പ്ലസ് ഡോ എസ് ബൈ ഡോ ടി പി ഡി ടി എന്ന് പറഞ്ഞു. ഇനി ഡി എസിന് വേണ്ടി നമ്മൾ എന്താ ടി ആഡ് ചെയ്ത് സോ ടി ഡി എസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി ഓഫ് ടി ഡി പി പ്ലസ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ഓഫ് പി ഡി ടി എന്ന് വന്നു. മാക്സ്വെൽ റിലേഷൻ വെച്ചിട്ട് എന്താ ഡോ എസ് ബൈ ഡോ പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് ഡോ വി ബൈ ഡോ ടി ഓഫ് പിനോട് ഈക്വൽ ആണ്. അതേപോലെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. സോ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും ഡി എച്ചിനോട് ഈക്വൽ ആയിരിക്കും. അതേപോലെ ടി ഡി എസ് ബൈ ഡി ടി ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ് ഡോ എച്ച് ബൈ ഡോ ടി ഓഫ് പി അല്ലെങ്കിൽ സി പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഡിനോട്ട് ചെയ്യാം. സോ ഈ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്തിട്ട് ടി ഡി എസ് ഈക്വൽ ടു മൈനസ് ഡോ എസ് ബൈ ഡോ പി ഓഫ് ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഡോ വി ബൈ ഡോ ടി ഉണ്ടെന്ന്. സോ മൈനസ് ടി ഡോ വി ബൈ ഡോ ടി ഓഫ് ഡി പി പ്ലസ് എന്താ ഈ ടേമിന് വരാം സി പി ഡി ടി എന്ന് പറയും. സോ അതാണ് എന്ത് സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ. ഇനി തേർഡ് വൺ ഡി എസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ പി ഓഫ് വി ഡി പി പ്ലസ് ഡോ എസ് ബൈ ഡോ വി ഓഫ് ഡി വി. ഇനി ടി ഉണ്ടെന്ന് കഴിയുമ്പോൾ ടി ഡി എസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി ഓഫ് വി ഡി പി പ്ലസ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി ഓഫ് പി ഡി വി എന്ന് വരും. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ സി വി ഡി ടിനോട് ഈക്വൽ ആയിരിക്കും. സോ ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി ഓഫ് വി ഈക്വൽ ടു സി വി ഇൻറ്റു ഡോ ടി ബൈ ഡോ പി ഓഫ് വി എന്ന് വരും. അതേപോലെ തന്നെ എന്താ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ സി പി ഡി ടിനോട് ഈക്വൽ ആണ്. സോ ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി ഓഫ് പി ഈക്വൽ ടു എന്താ സി പി ഇൻറ്റു ഡോ ടി ബൈ ഡോ വി ഓഫ് പി എന്ന് വരും. സോ സോൾവ് ചെയ്ത് ഫൈനൽ റിസൾട്ട് ടി ഡി എസ് ഈക്വൽ ടു സി വി ഡോ ടി ബൈ ഡോ പി ഓഫ് വി ഡി പി എന്ന് വരും. ടി ഡി എസ് ഇതിന് വരുമായിട്ട് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന് അതേപോലെ സെക്കൻഡ് ടി ഡി എസ് ഇൻറ്റു ഡോ വി ബൈ ഡോ ടിക്ക് വരും എന്താ സി പി ഇൻറ്റു ഡോ ടി ബൈ ഡോ വി ഓഫ് പി ഡി വി എന്ന് വരും. സോ ഇതാണ് എന്ത് തേർഡ് ടി ഡി എസ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. 3 എണ്ണം ഡിറൈവ് ചെയ്യണം. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ വൻ. ഓക്കെ, സോ അത്രയാണ് സമ്മറിയിൽ നമ്മുടെ ഫൈനൽ 3 എണ്ണം കൂടി ഒന്ന് എടുത്തെഴുതുക. ടി ഡി എസ് ഫസ്റ്റ് ഇക്വേഷൻസ്, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, 3 ടി ഡി എസ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് അതൊരു ബോക്സ് ഇടുക. ഡിറൈവ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റെപ്സ് കാര്യങ്ങളായിട്ട് ഫൈനൽ ഒരു റിസൾട്ട് ഇടുകയും അതൊരു ബോക്സിലൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇൻവിജിലേറ്റേഴ്സിന് മാർക്ക് ഇടാനുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും. സോ അത്രയാണ് നമ്മുടെ മോഡ്യൂൾ 5 വന്നത്. സോ 5 മോഡ്യൂൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇത് പഠിക്കാൻ നേരത്തായാലും നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ഡിനോട്ടേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കോറീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ അടുത്തൊരു സെഷനിൽ കാണാം. ടിൽ ദെൻ താങ്ക് യു.